KSRTCയിൽ യാത്ര ചെയ്യുന്ന പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കണക്കെടുക്കാൻ തീരുമാനം. UDF പ്രകടന പത്രികയിൽ പറഞ്ഞ സ്ത്രീകളുടെ സൗജന്യ യാത്രയ്ക്ക് മുന്നോടിയായിട്ടുള്ളതാണ് കണക്കെടുപ്പ്. ഇലക്ട്രോണിക് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ സ്ത്രീ അല്ലെങ്കിൽ പുരുഷനെന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൗകര്യം നാളെ പ്രാബല്യത്തിൽ വരും. AK സ്റ്റെഫിൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സ്റ്റേജ് സെലക്ട് ചെയ്തതിന് ശേഷം മുമ്പ് അഡൽട്ട് ചൈൽഡ് എന്നിടത്ത് ഇപ്പോൾ മെയിൽ ഫീമെയിൽ എന്നുള്ള കാറ്റഗറി വന്നിട്ടുണ്ട്. മെയിലാണെങ്കിൽ മെയിലിൽ കൗണ്ട് കൊടുക്കുക, ഫീമെയിലാണെങ്കിൽ ഫീമെയിലിൽ കൗണ്ട് കൊടുക്കുക. ക്യാഷ് UPI പേയ്മെൻറ്റ് മെത്തേഡ് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ടിക്കറ്റ് എടുക്കുന്നതിൽ മെയിൽ ഫീമെയിൽ എന്നാണ് സെപ്പറേറ്റ് അതിൻ്റെ അകത്ത് കാണിക്കുന്നതായിരിക്കും. ഒരുപക്ഷെ KSRTCയിലെ ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമാകാം ഈ കണക്കെടുപ്പ്. നാളെ മുതൽ ഓരോ ബസ്സുകളിലും യാത്ര ചെയ്യുന്ന പുരുഷന്മാരെത്ര, സ്ത്രീകളെത്ര എന്നുള്ള കണക്കെടുപ്പാണ് തുടങ്ങാൻ പോകുന്നത്. ഇങ്ങനെ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഈ മെഷീനിൽ ഓരോരുത്തർക്കും ടിക്കറ്റ് കൊടുക്കുമ്പോൾ അതിൽ ഒരു ഓപ്ഷൻ കാണും, സ്ത്രീ ആണോ പുരുഷനാണോ എന്നുള്ളത്. അത് രേഖപ്പെടുത്തി അത് കൃത്യമായി നൽകിയാൽ മാത്രമേ ടിക്കറ്റ് പുറത്തേക്ക് വരികയുള്ളൂ. വിവിധ വിഭാഗങ്ങളിലെ ബസ്സുകളുണ്ട്. ഓർഡിനറി ബസ്സുണ്ട്, സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്, ഫാസ്റ്റ് ഉണ്ട്. അതിൽ ഓരോ തരം ബസ്സുകളിലും എത്ര യാത്രക്കാർ, സ്ത്രീകൾ യാത്ര ചെയ്യുന്നു, എത്ര പുരുഷന്മാർ യാത്ര ചെയ്യുന്നു, അത്തരത്തിലുള്ള കണക്കെടുപ്പാണ് നടക്കുന്നത്. പുതിയ സർക്കാരൊന്നും രൂപീകരിച്ചിട്ടില്ല എങ്കിൽ പോലും പ്രാഥമികമായ ഒരു കണക്കെടുപ്പിലേക്കാണ് KSRTC കടക്കുന്നത്. നിലവിലേതായാലും കൂടുതലും യാത്ര ചെയ്യുന്നത് KSRTC ബസ്സുകളിൽ സ്ത്രീകളാണ്. പക്ഷേ അത് എത്ര എന്നൊരു കൃത്യമായ കണക്ക് KSRTCയുടെ പക്കലുമില്ല. അതുകൊണ്ടുകൂടിയാണ് ഇങ്ങനെ ഒരു കണക്കെടുപ്പ് നടക്കുന്നത്. സർക്കാർ വന്നു കഴിഞ്ഞ് ഈ പദ്ധതി ഒന്ന് ആവിഷ്കരിച്ചാൽ മാത്രമേ ഇത് ഏത് രീതിയിലാണ്, മുഴുവൻ ബസ്സുകളിലും ഉണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ വിഭാഗമുള്ള ബസ്സുകളിലാണ് ഉള്ളത്, അല്ലെങ്കിൽ പ്രത്യേകമായി ബസ് ഇറക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ. ഈ ബസ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഭൂരിഭാഗവും സ്ത്രീ യാത്രക്കാരാണ്. ഇവർക്കെല്ലാം ഇനി അടുത്ത സർക്കാർ വരുമ്പോൾ ടിക്കറ്റൊന്നും ഇല്ലാതെ പോകാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറെ ആകാംക്ഷ, അല്ലേ? അതെ, എത്ര വേഗം നടപ്പിലാവട്ടെ. തീർച്ചയായും ആ ഒരു പുതിയൊരു തീരുമാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലും അങ്ങനെ ഒരു പദ്ധതി വന്നാൽ ഞങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. സന്തോഷമാണ്, നല്ലൊരു കാര്യമല്ലേ ഫ്രീ ആയിട്ട് പോകാൻ. മീൻസ് എനിക്കിപ്പം ഡെയിലി ട്രാവൽ ചെയ്യണമെങ്കിൽ 60 രൂപയാണ് ഡെയിലി ആവുന്നത്. അപ്പോൾ അതൊരു സൗജന്യത്തിലോട്ടാവാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം, ഭയങ്കര സന്തോഷമാണ്. ശരാശരി ഒരു 60% മുകളിൽ സ്ത്രീകൾ തന്നെയായിരിക്കും. ശരാശരി ഒരു ദിവസം 8 കോടി രൂപയാണ് KSRTCയിലെ വരുമാനം. അതിൽ ഏതാണ്ട് ഒരു 5 കോടിക്ക് മുകളിൽ രൂപ KSRTCക്ക് നൽകുന്നത് സ്ത്രീ യാത്രക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി വരികയാണെങ്കിൽ സാമ്പത്തികമായി ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് വലിയൊരു ആശയക്കുഴപ്പമായി തന്നെ തുടരുന്നു. അതിനെന്ത് പരിഹാരമുണ്ടാകുമെന്നുള്ളതൊക്കെ കാണേണ്ടതാണ്. MR അനൂപിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.